ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ CBZ എക്സ്ട്രീമാണ് വണ്ടി. ജനറൽ സർവീസും അതേപോലെ തന്നെ സസ്പെൻഷൻ്റെ ബെയറിങ് മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചാണ്. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് തന്നെ ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് നല്ല ഷിവറിങ്, അതായത് സ്വിംഗ് ആം ബെയറിങ് പോയിട്ട് നല്ല ഷിവറിങ് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ബെയറിങ് മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിലത്തെ സസ്പെൻഷൻ യൂണിറ്റ് ഫുള്ളായിട്ട് അയക്കണം. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റുള്ള പാർട്സ് എന്ന് പറഞ്ഞാൽ ഈ ബെയറിങ്സാണ്. ഈ നീഡിൽ ബെയറിങ്ങും അതിൻ്റെ ആ കോളർ ബുഷ് ഐറ്റംസൊക്കെയാണ് നമുക്ക് മാറ്റേണ്ടത് കേട്ടോ. പിന്നെ അതിനകത്ത് ചെയിൻ തേയ്മാനം വന്നിട്ടുണ്ട്. ചെറിയ രീതിയിൽ തേയ്മാനം സ്പോക്കറിന് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ തൽക്കാലം നമുക്കത് തന്നെ ചെയിനൊന്ന് ഗ്രീസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. മാക്സിമം ഓടിക്കാം, എന്നിട്ട് മാറ്റി കളഞ്ഞാൽ. തീരെ മോശം അവസ്ഥയിലേക്ക് ആയിട്ടില്ല കേട്ടോ. പിന്നെ അതേപോലെ വീലിൻ്റെ ഉള്ളിൽ തന്നെ റബ്ബർ സെറ്റ്, ഡാംബർ റബ്ബറാണ്. നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, അതൊക്കെ അത് തന്നെ മതി നമുക്ക്. പിന്നെ ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് ആയാലും ബാക്കിലത്തെ ഉപയോഗിക്കാനുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നമുക്കത് ആ ബെയറിങ് മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്ററാണ് കിടക്കുന്നത്. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ എൻജിൻ ഓയിൽ മാറണമുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് അതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ കേസൊക്കെ നമുക്ക് കൂട്ടത്തിൽ കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ്. നമുക്കതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.83 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റിലേക്ക് കൂടി കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കംപ്ലയിൻസ് എന്തെങ്കിലും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നിലവിൽ ഓൾറെഡി ബാറ്ററി സെൽ ഡാമേജ് പോലെ കാണിക്കുന്നുണ്ട്. പക്ഷേ സെൽഫിൻ്റെ പ്രോബ്ലം ഒന്നും നിലവിലില്ലാത്തതുകൊണ്ട് മാക്സിമം നമുക്ക് ഉപയോഗിക്കാം. തീരെ കംപ്ലൈൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി. അപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വോൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കൂടി ഡാമേജ് കാണിക്കുന്നുണ്ട്. അപ്പോൾ സെൽഫിൻ്റെ ഒരു കംപ്ലൈൻറ്റ് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പ്ലഗും കൂടി കൂട്ടത്തിൽ കൂടെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ്. നമ്മൾ പ്ലഗ് അഴിക്കാനായിട്ട് നോക്കുമ്പോൾ നല്ല ടൈറ്റാണ്. നമ്മളിപ്പോൾ ഒരുപാട് ബലം പിടിച്ച് അഴിച്ച ഒരു പക്ഷേ നമുക്കത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തൽക്കാലം അത് അങ്ങനെയാണ് നിർത്തിയേക്കാണ്. കാരണം വെച്ചാൽ നമ്മളത് അഴിക്കുമ്പോൾ ഒടിഞ്ഞു പോകുന്ന പിന്നെ നമ്മൾ ഒന്നാലും അത് ഹെഡ് അഴിക്കേണ്ടതായിട്ടൊക്കെ വന്നേക്കും. കാരണം എന്ന് വെച്ചാൽ അഴിഞ്ഞു പോകുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ലേത്തിലൊക്കെ കൊടുത്ത് ത്രെഡ് ചെയ്യേണ്ട സിറ്റുവേഷനൊക്കെ വരും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടൊരു കംപ്ലയിൻറ്റ് കാണില്ല, സ്റ്റാർട്ടിങ്ങോ മിസ്സിങ്ങോ അങ്ങനെ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും പ്ലഗ് അഴിക്കുക. അപ്പോൾ നമുക്ക് വേറെ മാർഗ്ഗമില്ല, അഴിക്കാണ്ട് വേറെ മാർഗ്ഗമില്ല. ആ സമയത്ത് ഒടിയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ പറഞ്ഞ രീതിക്കൂടെ അപ്പം അങ്ങനെ അഴിച്ചെടുത്താലും മതി. അപ്പോൾ നമുക്കത് അഴിഞ്ഞ് കിട്ടുകയാണെങ്കിൽ കൂടുതൽ നമുക്കത് മാറ്റിയിടാറുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ നമ്മൾ ഒരുപാട് ബലം പിടിച്ചാൽ ഒടിഞ്ഞു പോകുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ നിലവിൽ വേറെ ഉപദ്രവമൊന്നും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം അങ്ങനെ തന്നെ നിൽക്കട്ടെ. എന്നിട്ട് നമുക്ക് പിന്നീട് ഈ പറഞ്ഞ രീതികൾ എന്തെങ്കിലും സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റോ മിസ്സിങ്ങോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം കാണിക്കുമ്പോൾ ആ കൂട്ടത്തിൽ കൂടെ നമുക്ക് അത് അഴിച്ച് മാറ്റിക്കളയാം കേട്ടോ. പിന്നെ അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട അഴിച്ചിട്ടുണ്ട്. നിലവിൽ നല്ല പാഡാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ബ്രാക്കറ്റ് ഈ ബൂട്ട് സെറ്റ് മാത്രം ഒന്ന് മാറ്റി റീസെറ്റ് ചെയ്യാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ പിന്നെ അതിൻ്റെ ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ സ്വിച്ച് ഐറ്റംസുകൾ, ഇലക്ട്രിക്കൽ ഭാഗങ്ങളൊക്കെ നമ്മൾ കൂട്ടത്തിൽ കൂടെ നോക്കും. സർവീസുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുകൊണ്ട് തന്നെ അതൊക്കെ കൂട്ടത്തിൽ നമ്മൾ ചെയ്ത് പോകട്ടെ. പിന്നെ അതിൻ്റെ ഈ ക്ലച്ച് ലിവർ ഇങ്ങനെ ബെൻഡായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് മാറ്റിയിടാം. കാരണം വെച്ചാൽ കറക്റ്റ് ലിവറേജ് നമുക്കിങ്ങനെ ബെൻഡായിട്ട് നിൽക്കുമ്പോൾ കറക്റ്റായിട്ട് പിടിക്കാനൊരു സ്മൂത്ത്നെസ് ഉണ്ടാവില്ല. അതും കൂടി ഒന്ന് കൂട്ടത്തിൽ കൂടെ ചേഞ്ച് ചെയ്തിട്ടേക്കാം. അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ കേട്ടോ. വർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരമാവധി നമുക്ക് വൈകിട്ട് ഒരു 6-7 മണിക്കുള്ളിൽ എടുക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നോക്കിയിട്ട് വിളിച്ചറിയിക്കാം. ഓക്കെ, അപ്പോൾ എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിൽ ഇട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ.